പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ സൃഷ്ടിഭേദങ്ങൾ എന്ന 10ാമത്തെ ദശകത്തിലെ 8ാമത്തെ ശ്ലോകമാകുന്നു. ധർമാധികാനഭിസൃജന്നധ കർദമം ച വാണിം വിധായ വിധിരംഗജസങ്കുലോഭൂത് ത്വദ്ബോധിതൈഃ സനകദക്ഷമുഖൈസ്തനൂജൈഃ ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ജൻ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ധർമാദികാൻ അഭിസൃജൻ അധ കർദമം ച വാണിം വിധായ വിധി അംഗജസങ്കുലഃ അഭൂത് ത്വദ്ബോധിതൈഃ സനകദക്ഷമുഖൈസ്തനൂജൈഃ ഉദ്ബോധിതഃ ച വിരരാമ തമഃ വിമുഞ്ജൻ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അഥ ധർമാദികാൻ കർദമം ച അഭിസൃജൻ വാണിം വിധായ വിധി അംഗജസങ്കുലഃ അഭൂത് ത്വദ്ബോധിതൈഃ സനകദക്ഷമുഖൈഃ തനൂജൈഃ ഉദ്ബോധിതഃ സൻ തമഃ വിമുഞ്ജൻ വിരരാമ ച. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. 10 സന്താനങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം പിന്നീട് ബ്രഹ്മാവ് ധർമ്മദേവനെയും കർദമനെയും സൃഷ്ടിച്ചു. അനന്തരം സരസ്വതി ദേവിയെ സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹം കാമപരവശനായി തീരുകയും ചെയ്തു. അങ്ങയാൽ ജ്ഞാനം നൽകപ്പെട്ട സനകൻ, ദക്ഷൻ തുടങ്ങിയ പുത്രന്മാർ ഉദ്ബോധനം ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ആ കാമ പരവശതയിൽ നിന്നും പിൻവാങ്ങുകയും തമസ്സിൽ നിന്ന് മോചിതനായി ദുഷിച്ച വികാരത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. നമസ്തേ.